പാഠം 468 ഒരു അനുസരണക്കേടിന്റെ കഥ. നമസ്കാരം സർ. സാറ് നടക്കാൻ പോയതാവും. അല്ല, കിളയ്ക്കാൻ പോയതാ. എന്നെ കണ്ടിട്ട് നടക്കാൻ പോയതാണെന്ന് മാധവൻകുട്ടി തോന്നിയില്ലേ? അതല്ല സർ, ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാ. മാധവൻകുട്ടി, കഴിഞ്ഞ 4 വർഷമായി എല്ലാ ദിവസവും ഈ നേരത്ത് ഞാൻ ഇതുവഴി നടന്നു വരാറുണ്ട്. എല്ലാ ദിവസവും എന്നെ കാണുന്ന മാധവൻകുട്ടിക്ക് അറിയാം ഞാൻ നടക്കാൻ പോയതാണെന്ന്. അപ്പൊ പിന്നെ ഒരാവശ്യവുമില്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ പോട്ടെ സാറേ. നിൽക്കൂ. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് അതിന്റെ ശരി. എന്നോട് അനാവശ്യമായ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോ മാധവൻകുട്ടിയുടെ അത്രയും ഊർജം ഒരു കാര്യവുമില്ലാതെ ചിലവാവുകയായിരുന്നു. സാർ ഇത്രയും നേരം എന്നെ ഇവിടെ പിടിച്ചു നിർത്തി പ്രസംഗിച്ചപ്പോ ഒട്ടും ഊർജം പോയതുമില്ല. വരട്ടെ സാറേ. അഹങ്കാരി, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചപ്പോ പരിഹസിക്കുന്നു. നീ വിലാപത്തിലേക്ക് വാ. ആഹാ, ഹമേ, 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 ഹമേ. ഹമേ, ഹമേ, എവിടെ പോയി? ഹമേ, ഹമേ, എവിടെ പോയതായിരിക്കും? ഈശ്വര, അവള് വിദ്യാലക്ഷ്മിയുടെ കൂടെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഹലോ, ഉത്തമ, ഞാനാ. എന്താ സാറേ? ഒരു പ്രശ്നമുണ്ട്. ഉത്തമ പെട്ടെന്ന് വീട് വരെ വരണം. എന്താണ് കാര്യം എന്ന് പറ സാറേ. കാര്യമൊക്കെ പറയാം. ഉത്തമ പെട്ടെന്ന് വാ. ഹലോ, എന്താണ് അത്രയും വലിയ പ്രശ്നം? സാറിന്റെ ശബ്ദം കേട്ടിട്ട് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ചായ. ഞാനൊരു കാര്യം പറഞ്ഞ മോഹനോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആള് മോഹനേട്ടനായതുകൊണ്ട് ചിലപ്പോ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും. നീ വളച്ചു കേട്ടാതെ കാര്യം പറ. അതായത് വിദ്യാലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു. ഏത് കാര്യം? വിദ്യയുടെ അനിയത്തി അമേരിക്കന്ന് വന്നിട്ടുണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞല്ലേ? നേരത്തെ പറഞ്ഞതാണ്. ഗീത അമേരിക്കന്ന് വന്നപ്പോ മുതൽ പറയുന്നതാണ് അവക്ക് മൈസൂർ ടൂർ പോണെന്ന്. വിദ്യക്ക് തിരക്കായതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ.
നാളെ വിദ്യക്ക് കേസില്ല, പിന്നെ ശനി ഞായറുമല്ലേ. അതുകൊണ്ട് നാളെ വെളുപ്പിന് വിദ്യയും സതീഷ് സാറും ഗീതയും കൂടി മൈസൂർക്ക് പോവാ കാറില്. നല്ല കാര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മോനേട്ടാ. വഴിയറിയില്ലേ? അതല്ല, കാശില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇമ്മാതിരി ചോദ്യം ചോദിച്ചിട്ട് വരല്ലേ? ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കണമെങ്കിൽ നീ വളച്ചു കെട്ടാതെ കാര്യങ്ങൾ പറയണം. എന്തായാലും അവര് പോവല്ലേ, കാറിലാണ് പോകുന്നത്. 3 പേരേ ഉള്ളൂ. ഞാൻ കൂടി അവരുടെ കൂടെ ചെല്ലാമോ എന്ന് വിദ്യാലക്ഷ്മി ചോദിച്ചു. നാളെ വെളുപ്പിന് പോയാൽ ഞായറാഴ്ച പോയിട്ട് തിരിച്ചു വരും. മൈസൂർ ഊട്ടിയിലോ പോണത്. ഇതിനാണ് ഇത്ര വളച്ചു കെട്ടിയത്? ചോദിച്ചു വന്നപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. അപ്പൊ ഞാൻ കൂടി പോട്ടെ? എനിക്ക് നാളെ കേസൊന്നുമില്ല. നീ പോണ്ട. അയ്യോ, അതെന്താ? നീ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രയാണ്. ഇനി കൂടുതൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ മതിയോ മോനേട്ടാ? ഒരു കാര്യം പറയുന്നതിന് ഒരു കാരണവും വേണം. ഞാൻ പോകണ്ട എന്ന് മോഹനേട്ട പറയുമ്പോൾ എന്തുകൊണ്ട് പോകണ്ട എന്ന് കൂടി പറയണം. മോഹനേട്ടാ, ഒരുപാട് നാളായി ഞാൻ ആലോചിക്കുന്ന കാര്യമാ. മോഹനേട്ടനോട് പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ മോഹനേട്ടൻ അതിൽ താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ സമയമില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി നടക്കുമായിരുന്നു. ഇപ്പോ നല്ല ഒന്നാന്തര അവസരമല്ലേ കിട്ടിയിരിക്കുന്നത്. അത് അത്ര നല്ലൊരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ? ഭാമേ, വിദ്യാലക്ഷ്മി അവരുടെ ഭർത്താവിന്റെയും അനിയത്തിയുടെയും കൂടെ ടൂറിന് പോകുന്നു. അവിടെ നിനക്ക് എന്താ കാര്യം? സത്യത്തിൽ നീ കൂടെ ഉള്ളത് അവർക്കൊരു ശല്യമാണ്. എന്നെ കൊണ്ടുപോകാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. ഞാൻ കൂടെ ചെല്ലണോന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന മുഴുവൻ വിദ്യയാണ്. അവർക്ക് ഞാനൊരു ശല്യം ആവുമായിരുന്നെങ്കിൽ വിദ്യ എങ്ങനെ നിർബന്ധിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഭാമേ, ഇതാണ് നിനക്ക് ആളുകളെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. നിന്റെ ആഫീസിലിരുന്ന് ടൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഭംഗിക്ക് വേണ്ടി വിദ്യ ചോദിച്ചു കാണും, ആമേ നീയും ഞങ്ങളോട് പോരുന്നുണ്ടോ എന്ന്. ഞാൻ വരുന്നില്ല എന്ന് നീ പറയുമെന്ന് കരുതിയാണ് അവരങ്ങനെ ചോദിച്ചത്. ചാടിക്കറി നിങ്ങൾ സമ്മതിക്കുന്നു കരുതിയോ? ഞാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് വിദ്യ വീണ്ടും വിളിച്ചു. ഞാൻ കൂടെ ചെന്നേ പറ്റൂന്ന് പറഞ്ഞ് അവള് നിർബന്ധിച്ചു. എന്നാൽ അത് ശരിയാവില്ല. നിനക്ക് ടൂർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. വല്ലവരുടെയും കൂടെ പോകേണ്ട കാര്യം എന്താണ്? നമ്മൾ ഒന്നിച്ച് ടൂർ പോയത് തന്നെ. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതലേ ഞാൻ മോഹനേട്ടനോട് പറയുന്നതാണ് ടൂർ പോകുന്ന കാര്യം. മോഹനേട്ടനപ്പോ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞാൽ ഒഴിയും. സമയമില്ല, ലീവില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ. സത്യം അതൊന്നുമല്ല. ടൂർ പോകാൻ കാശ് മുടക്കാൻ മോഹനേട്ടനെ കൊണ്ട് വയ്യ. എനിക്ക് ടൂർ പോകണമെങ്കിൽ വിദ്യയോടെ തന്നെ പോയേ നടക്കുള്ളൂ. അങ്ങനെ എന്റെ ഭാര്യ കണ്ടവരുടെ ചെലവിൽ ടൂർ പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കോ നിനക്കോ അങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യം പറ്റേണ്ട കാര്യവുമില്ല. ഔദാര്യമാണെന്ന് ആരാ മോഹനേട്ടൻ പറഞ്ഞത്? ഈ ടൂറിന് മൊത്തം ചെലവാകുന്ന കാശിന്റെ 4/1 ഞാൻ കൊടുത്താ പ്രശ്നം തീർന്നല്ലോ. അയ്യോ, ഇനി ആ കാശ് മോഹനേട്ടൻ തരിക വേണ്ട. എന്റെ ഈ പൈസയുണ്ട്. എന്തു പറഞ്ഞാലും നീ പോകാൻ പറ്റില്ല. മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നാളെ രാവിലെ ഞാൻ ടൂർ പോയിരിക്കും. മോഹനേട്ടൻ അനുവാദത്തോടെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അനുവാദമില്ലാതെ പോകാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സാറേ, സാറേ, നമസ്കാരമുണ്ട് സാർ. എന്താണ് പ്രശ്നം? ഭാമയെ കാണാനില്ല. കാണാനില്ലേ? എവിടെ പോയി? അവള് മൈസൂർക്ക് പോയി. എന്തിന്? അവളും വിദ്യാലക്ഷ്മിയുടെ ടൂർ പോയിരിക്കുക. കൊള്ളാം. അപ്പൊ പിന്നെ കാണാനില്ലെന്ന് പറഞ്ഞതാ? ഭാമ എന്നോട് പറയാതെ പോയത്. സാറിനോട് പറയാതെ പോയാ? വക്കീൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. സാറ് കാര്യം ഒന്നും തെളിച്ച് പറഞ്ഞാണ്. അത് ഇന്നലെ വൈകുന്നേരം അവൾ എന്നോട് ചോദിച്ചു വിദ്യാലക്ഷ്മിയുടെ കൂടെ മൈസൂർക്കും ഊട്ടിക്കൊക്കെ പൊയ്ക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ മറ്റുള്ളവരോടൊപ്പം ടൂർ പോകുന്നത് മോശമാണെന്ന്. അവള് സമ്മതിച്ചില്ല. പക്ഷെ എന്തായാലും പോകും, അതിന് ചിലവാകുന്ന കാശ് അവള് തന്നെ കൊടുത്തോളാന്നും പറഞ്ഞു. എന്റെ സാറേ, വക്കീലിന്റെ ഒരു സ്വഭാവം വെച്ച് വെറുതെ വാശിയേറ്റാൻ കൊള്ളാമോ? സാറ് നയത്തിൽ പറഞ്ഞ് വക്കീലിനെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. അത് ഞാൻ നോക്കി തോമാ. അറ്റ കൈക്ക് അവളെ ഞാൻ ടൂറിന് കൊണ്ടുവന്ന് പറഞ്ഞു. എന്നിട്ട് ടൂറ് പോണം എന്നുള്ളതിന്റെ ആഗ്രഹമൊക്കെ നല്ലതാ. പക്ഷേ ഈ
മൈസൂർ ഊട്ടി എന്നൊക്കെ പറഞ്ഞാ ഒരു രസവും മൈസൂരിലൊന്നും കാണാനില്ല. അത് മോഹനേട്ടൻ എങ്ങനെ അറിയാം? മോഹനേട്ടൻ പോയിട്ടുണ്ടോ മൈസൂർക്ക്? ഞാൻ കോളേജ് പഠിച്ചിട്ട് പോയല്ലോ. അയ്യടാ, അത് എത്ര വർഷം മുന്നേ? എത്ര വർഷം മുമ്പാണെങ്കിലും എന്താ, മൈസൂർ തന്നെയല്ലേ. ഇത്തരം തരികണ ന്യായം പറഞ്ഞാലൊന്നും ഞാൻ പോവാതിരിക്കില്ല മോഹനേട്ടാ. ഞാൻ രാവിലെ റെഡിയായി നിൽക്കാമെന്ന് വിദ്യാലക്ഷ്മിയോട് വാക്ക് പറഞ്ഞു പോയി. നീ പോവാൻ പറ്റില്ല. എനിക്ക് പോണം. ഭർത്താവിനെ ധിക്കരിക്കുന്നത് അന്തസ്സുള്ള ഭാര്യയ്ക്ക് ചേർന്നല്ല. ഞാൻ ധിക്കരിക്കണമെന്ന് ഓർത്ത് ധിക്കരിക്കല്ലോ. വളരെ ന്യായമായ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു. മോഹനേട്ടൻ അത് എതിർത്തു. എതിർക്കുന്നതിന് പറയുന്ന ന്യായം കൊള്ളാവുന്നതാണെങ്കിൽ ഞാൻ അനുസരിച്ച് തന്നെ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. വിദ്യയുടെ കൂടെ പോകുന്നത് അവർക്ക് ശല്യമാണ്. മറ്റുള്ളവരുടെ ചെലവിൽ പോകാൻ പാടില്ല. മൈസൂരിൽ കാണാനൊന്നുമില്ല. ഇതൊന്നും ഒരു നല്ല കാരണമല്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണമേ ഉള്ളൂ, അസൂയ. മോഹനേട്ടന് മൈസൂരിൽ പോകാൻ പറ്റാത്തതിന്റെ അസൂയ. അസൂയ എന്തിന്? എനിക്ക് മൈസൂരിലോ ഊട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി തീരുമാനിക്കാൻ. പക്ഷെ ഞാൻ തീരുമാനിക്കാതല്ലേ. കാശ് ചെലവാക്കാൻ മടിച്ചിട്ട് തീരുമാനിക്കില്ല. അതല്ല ഭാമേ, പിന്നെ ഈ ഊട്ടിയിൽ ഭയങ്കര തണുപ്പാ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഊട്ടി ചെന്നാൽ തന്നെ ജലദോഷം പനി വരുന്നുള്ള ഉറപ്പാ. വിദ്യാലക്ഷ്മിയും സതീഷും ഗീതാലക്ഷ്മിയും കൂടി അവധി ആഘോഷിക്കാൻ പോകുമ്പോ നീ ഇവിടെ പനി പിടിച്ചേർത്താൽ നിന്നെ ആര് നോക്കും? അവരുടെ പാട്ടിന് പോവും. തണുപ്പടിച്ചാൽ എനിക്ക് പനി വരുമെങ്കിൽ അതേ പനി വിദ്യക്കും ഗീതയ്ക്കും വരൂലേ? അപ്പൊ അവരങ്ങനെ പോവും. നിനക്കിപ്പോ വിദ്യാലക്ഷ്മിയുടെ കൂടെ പോയേ മതിയാവുന്നുള്ള വാശി എന്തെന്നാ എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ വിടാതിരിക്കണമെന്നുള്ള മോഹനേട്ടന്റെ വാശി എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ടൂർ പോവാം, പിന്നെ തീർന്നല്ലോ പ്രശ്നം. എപ്പോ, എവിടെ, എന്ന് അതാദ്യം പറ. അടുത്ത കൊല്ലം പോവാ. ഈ വേഷം കിട്ട് കയ്യിൽ വെച്ചാ മതി. നാളെ രാവിലെ ഞാൻ വിദ്യയുടെ കൂടെ പോവാതിരിക്കാനായി മോഹനേട്ടൻ അങ്ങനെ പല നമ്പറുകൾ വെറുക്കും. വിദ്യ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മോഹനേട്ടൻ വാക്കു മാറും. എനിക്ക് അറിഞ്ഞൂടെ എന്റെ വില്ലേജ് ഓഫീസറെ. മോഹനേട്ടാ, അനുസരണക്കേട് കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. നാളെ രാവിലെ ഞാൻ വിദ്യയുടെ കൂടെ മൈസൂർക്ക് പോകും. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോ അവളോട് ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ അവളൊരു ഡയലോഗും പറഞ്ഞു. മോഹനേട്ടൻ തിരിച്ചു വരുമ്പോ ഒരു അത്ഭുതം കാണാമെന്ന്. കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്ന കാര്യമാണെന്നാ ഞാൻ കരുതിയത്. എത്ര തർക്കിച്ചാലും ഭാമ പോകില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. സാറേ, ഇതിപ്പോ വക്കീലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മൈസൂർ കാണാനൊന്നുമില്ല, ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ടൂർ പോവാതിരിക്കാൻ വക്കീൽ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഒരു കാരണമാണോ സാറേ? ഉത്തമ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. എത്ര വഴക്കുണ്ടാക്കിയാലും അവളിവിടെ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ശരി എന്റെ സാറേ, ഈ കാരണം വക്കീലിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പിന്നെ വക്കീൽ പോവൂ? ഞാൻ അങ്ങനെ പറഞ്ഞ അവളുമ്പോ എന്റെ വില പോകൂലേ? പിന്നെ അത് പറഞ്ഞായിരിക്കും അവളെന്നെ കളിയാക്കുന്നത്. എന്തോന്ന് കളിയാക്കാൻ? ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ ഭർത്താവിന് പറ്റൂല എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് സന്തോഷാവുകയല്ലേ ഉള്ളൂ. അതിന് പകരം നഴ്സറി പിള്ളേരെടുത്ത് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വക്കീല് വിശ്വസിക്കുവോ? നമുക്കൊരു കാര്യം ചെയ്താലോ? അവള് 7:30 പോകുന്നു പറഞ്ഞത്. ഭാമ ആ ബസ് സ്റ്റോപ്പിൽ കാണും. വിദ്യാലക്ഷ്മി കാറും കൊണ്ട് അവിടെ വരും. വിദ്യാലക്ഷ്മി വന്നിട്ടില്ലെങ്കിൽ അവളവിടെ തന്നെ നിൽപ്പുണ്ടാവും. നമുക്ക് അവളെ പോയി വിളിച്ചോണ്ടല്ലോ. അതിനേക്കാളും നല്ലത് സാറ് വക്കീലിനെ ഒന്ന് ഫോൺ വിളിക്കുന്നില്ലേ? ഞാൻ വിളിച്ചു, മൊബൈൽ സ്വിച്ച് ഓഫാ. വിദ്യാലക്ഷ്മിയുടെ ഫോൺ വിളിച്ചപ്പോ അതും ഓഫാ. അതുകൊണ്ടല്ലേ ഉത്തരവ് വിളിച്ചത്. 2 ഫോൺ ഓഫാണെന്നുണ്ടെങ്കിൽ അവര് പൊയ്ക്കാണ് സാർ. സാറ് വിളിക്കുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരിക്കും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ അവളോട് നിൽപ്പുണ്ടെങ്കിലോ. പോണോ? വണ്ടി എടുക്ക. വേഗം വേണം, 2 മിനിറ്റ് ബസ് സ്റ്റോപ്പിൽ എത്തണം. അല്ല സാർ ഇതിന്റെ പുറകെ കയറാൻ പോകണം. അല്ല, പെട്രോൾ കത്തി ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് അതാണല്ലോ ആഗോള താപനത്തിന് കാരണമാവുന്നത്. ഉത്തമ, വർത്താനം പറഞ്ഞ സമയം കളയാതെ വേഗം വണ്ടി എടുക്കുക. പിന്നല്ലാതെ വെറുതെ ഇരിക്കുമ്പോ വായി തോന്നി എല്ലാം വിളിച്ച് പറയാം. പക്ഷേ അവരവർക്കൊരു ആവശ്യം വരുമ്പോ എന്തോന്ന് കാർബൺ മോണോക്സൈഡ്, എന്തോന്ന് ആഗോള താപനം. കയറി സാറേ, കയറ്, പിടിച്ചെടുത്തോണേ. അങ്ങനെ മൂക്ക് പൊത്തിക്കോ. കാർബൺ മോണോക്സൈഡ് അപ്പൊ മൂക്കിലിടിച്ച് കയറും.
ഈ ബസ് സ്റ്റോപ്പിലാണെന്നല്ലേ സാർ പറഞ്ഞു? ഇവിടെ കാണുന്നില്ലല്ലോ സാറേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വിദ്യാലക്ഷ്മി ഒക്കെ ഇല്ല, വീട്ടിലോട്ട് പോയാലോ? എനിക്ക് വിദ്യാലക്ഷ്മിയുടെ വീടറിയില്ല. എനിക്കറിയാലോ സാർ, കേറ്. അയ്യോ അല്ല സാറേ, നമ്മൾ അവിടെ ചെല്ലുമ്പോ അവര് പോയി കഴിഞ്ഞിട്ടുണ്ടാവുമെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, വിദ്യാലക്ഷ്മി വക്കീലിന്റെ വീട്ടിലെ ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. ബെല്ലടിക്കുന്നുണ്ടേ. ഇല്ല സാറേ, എടുക്കുന്നില്ല കേട്ടാ. അവര് പോയിട്ടുണ്ടാവും. മൊബൈൽ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? എന്തിന്? ഇനി വിളിച്ചിട്ടുണ്ടെന്ന് കാര്യം? അവരിപ്പം 10-50 കിലോമീറ്ററെങ്കിലും കഴിഞ്ഞു കാണും. സാറേ, ഇനിയിപ്പോ ഇങ്ങനെ ഒന്ന് വിശ്രമിച്ചിട്ട് എന്തോന്ന് കാര്യം? മനസ്സിലുള്ളത് വക്കീലിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ വക്കീൽ പോകൂലായിരുന്നു. അത് സാറ് ചെയ്തുമില്ല. സാർ വാ, കേറ്. സാറിനെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് ഗോപാലൻകുട്ടി ചേട്ടനെ കാണാൻ പോയെ. സത്യം പറഞ്ഞ 7 മണിക്ക് ഞാൻ ചെല്ലാന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിനു മുമ്പ് സാറ് വിളിക്കുകയും ചെയ്ത്. സാറ് വിളിച്ചാ എനിക്ക് മുന്നും മുന്നും നോക്കാൻ പറ്റുമോ? സാറ് വാ. സാറേ കേറണം സാറേ, വാ. കേറണം. സാറേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ സാർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വക്കീല് ഞായറാഴ്ച വൈകിട്ടിങ് വരുമല്ലോ. ഇന്നും നാളെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. സാറേ, രാത്രി ഒരു കമ്പനിക്ക് ഞാനും കൂടെ വരാം. സാർ ഇതുവരെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ലാത്തതിന്റെ പ്രയാസമാണ്. വേണ്ട, ഒറ്റയ്ക്ക് രാത്രി ഞാൻ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ. ഒത്തുപോയിക്കോളൂ. എന്നാലും വക്കീല് കാണിച്ച കുറച്ച് കടന്ന കൈയായിപ്പോയി. പാവ മോനേര് സാർ. ആഹാ, ഇവിടെ ഇപ്പോഴാണ് വരണത്. ഇതെന്താ താമസിച്ചത്? എന്തുപറ്റി? എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളം? നീ എവിടെ പോയായിരുന്നു? ഞാനോ? ഞാൻ നടക്കാൻ പോയിട്ട് നിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ എല്ലാം നോക്കി. ഞാൻ രാമകൃഷ്ണന്റെ കടയിൽ പോയതല്ലായിരുന്നു. ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി രാമകൃഷ്ണന്റെ കടയിൽ കയറി ഈ പൂ ഓർഡർ ചെയ്തിരുന്നു. അത് രാവിലെ വാങ്ങാൻ പോയി. പൂവിനൊക്കെ ഭയങ്കര വിലയാ മോഹനട്ടാ, നല്ലോട്ട് കിട്ടാനുമില്ല. അതുകൊണ്ടാ ഇന്നലെ തന്നെ ഓർഡർ ചെയ്തത്. എന്താണ് സാറിന്റെ മുഖത്തൊരു ഗൗരവം? പൂക്കളം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? ഇത്രയും പൂ വാങ്ങി കാശ് കളഞ്ഞതിനാണോ? പൂക്കളം നന്നായിട്ടുണ്ട്. പിന്നെന്താ, കാശ് ചെലവാക്കിയുണ്ടാ? കാശ് ചെലവാക്കാനെ പൂട്ടു. അത്താകുമ്പോ പൂക്കളം ഇടാൻ പറ്റില്ല. പിന്നെന്താ മുടക്കൊന്ന് പറ. അത് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കരുതി. മോഹനേട്ടൻ കരുതി നീ വിദ്യാലക്ഷ്മിയുടെ കൂടെ ടൂർ പോയെന്ന്. അപ്പൊ അതാണ് പ്രശ്നം. എന്റെ മോഹനേട്ടാ, മോഹനേട്ടൻ ഇത്രയ്ക്കൊരു മണ്ടനായി പോയല്ലോ. മോഹനേട്ടൻ ഇല്ലാതെ ഞാൻ വിദ്യാലക്ഷ്മിയുടെ ടൂർ പോകുന്നു മോഹനേട്ടൻ കരുതിയല്ലോ. പോകുന്നു നീ പറഞ്ഞല്ലോ. അതുകൊണ്ട് മോഹനേട്ടൻ എന്നെ കാണാതിരുന്നാൽ എന്തുമാത്രം വിഷമം ഉണ്ടാവും അറിയാൻ ഞാൻ വെറുതെ വാശി പിടിപ്പിച്ചതല്ലേ. വിദ്യാലക്ഷ്മിയോട് പോകാൻ മോഹനേട്ടൻ സമ്മതിച്ചിരുന്നെങ്കിൽ മോഹനേട്ടൻ ഞാൻ കൊന്നേനെ. ഭാമേ, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ട് പറയിക്കാനല്ലേ ഞാൻ ആ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. പക്ഷെ മോഹനേട്ടൻ ആരാ മോൻ? മനസ്സിലതായിരുന്നെങ്കിലും എന്നോടത് സമ്മതിച്ചില്ല.
ടൂർ പോകാതിരിക്കാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വില്ലേജ് ഓഫീസറുടെ കള്ളി ഇപ്പൊ വെളിച്ചത്തായല്ലോ. എന്നെ പിരിഞ്ഞിരിക്കുന്നതിനുള്ള വിഷമം കൊണ്ട് തന്നെയാണ് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് പിന്നെ അതൊക്കെ പറയാൻ മനസ്സിലായിക്കൂടെ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മോഹനേട്ടന്റെ പേരും കള്ളനാ. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധനാണെന്നാ. അത് നാട്ടുകാരുടെ മുന്നില്. എന്റെ മുന്നിൽ ഈ വില്ലേജ് ഓഫീസർ ഒരു കള്ളകൃഷ്ണനാ. മാവേലി നാടുവാണിടും കാലം മലയാളിയുടെ മഹോത്സവത്തിന് കൊടിയേറുകയാണ് ഇന്ന്. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശവുമായി ഒരു ഓണക്കാലം കൂടി മലയാളിയുടെ മുൻപിലെത്തുന്നു. വഴക്കുണ്ടാക്കി സ്നേഹിക്കുന്ന ഈ വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും ഓണക്കാല വിശേഷങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോ